CPM, CPI വർഷങ്ങളായുള്ള രാഷ്ട്രീയ ബന്ധം. ആശയങ്ങളിൽ ചെറിയ വ്യത്യാസം മാത്രമാണ് ഇരുവരും തമ്മിലുള്ളത്. എന്നാൽ രാഷ്ട്രീയ നിലപാടുകളിൽ എല്ലാ കാലത്തും ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിട്ടുള്ള ഇരു കക്ഷികൾ. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. CPMഉം CPIയും തമ്മിലുള്ള അന്തർധാരയും ബന്ധത്തിലും വലിയ വിള്ളൽ ഉണ്ടാകുന്നു. അത് രാഷ്ട്രീയപരമായും പ്രതിഫലിക്കുവാൻ തുടങ്ങുന്നു. പാർട്ടിക്കുള്ളിലെ പ്രശ്നം പാർട്ടിക്കുള്ളിൽ വെച്ച് തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന രീതിയിൽ നിന്ന് CPMഉം ഇടതുപക്ഷ ചിന്താഗതിയും ചിന്താധാരയുമൊക്കെ കാലത്തിനനുസരിച്ച് ചെറുതായി ഒന്ന് മാറിയപ്പോൾ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പാർട്ടി നേതാക്കന്മാരും അണികളും പ്രവർത്തകരും മാധ്യമങ്ങൾക്ക് മുമ്പിലും അല്ലാതെയുമൊക്കെ തുറന്നു പറയാൻ തുടങ്ങിയതോടുകൂടി CPIയെ മാറ്റി നിർത്തുന്ന CPM പ്രവണത കുറച്ചുകൂടി വ്യക്തമായി ബോധ്യപ്പെടുവാൻ തുടങ്ങി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് CPMനെതിരായി ഉയർന്നിരുന്ന ചില അഴിമതി ആരോപണങ്ങൾ ഇവയെല്ലാം CPIയുടെ പാർട്ടി സമ്മേളനങ്ങളിൽ വലിയ ചർച്ചാ വിഷയങ്ങളായി. പ്രധാനമായും ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ പോലെയുള്ള ചില ഇടങ്ങളിൽ CPMൻ്റെയും CPIയുടെയും പ്രാദേശിക പാർട്ടി സമ്മേളനങ്ങളിൽ അടക്കം CPMനെതിരായി ഉയർന്നിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിനെതിരായി ഉയർന്നിട്ടുള്ള അഴിമതി അക്രമ ആരോപണങ്ങളെപ്പറ്റി വലിയ ചർച്ചാ വിഷയമാകുന്നു. CPMനോടൊപ്പം ഇനി തുടർന്നു പോകണോ എന്ന ചിന്ത അവിടെ മുതലാണ് വ്യക്തമായും CPI പ്രവർത്തകർ തുറന്നു പറയുവാൻ തുടങ്ങിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയരുന്ന ആരോപണങ്ങളും സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും CPMനെ മാത്രമല്ല ബാധിക്കുന്നത് എന്ന ബോധ്യം CPMന് ഉണ്ടാകണമെന്ന താക്കീതും തുറന്നും അല്ലാതെയുമൊക്കെ CPIയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും നേതാക്കന്മാർ തുറന്നടിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ NCPയും RJDയും എല്ലാം CPMനോട് വലിയ അകൽച്ച പ്രകടിപ്പിക്കുന്നുണ്ട്, പറയാതെ പറയുന്നുമുണ്ട്. ഇതിനിടയിലാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം KPCC അധ്യക്ഷനായ K സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുവാൻ പോകുന്നു എന്ന വാർത്ത കുറച്ചുകൂടി ബലപ്പെടുന്നത്. 2019ലെയും 2024ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ CPIക്ക് നൽകിയിട്ടുള്ള സീറ്റുകൾ എല്ലാം പരാജയം കൃത്യമായി പ്രവചിക്കുവാൻ കഴിയുന്ന ജില്ലകളാണ്. വയനാട്, തൃശ്ശൂർ, മാവേലിക്കര, തിരുവനന്തപുരം 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ CPIക്ക് നൽകിയ സീറ്റുകളാണിത്. വയനാട് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലം തന്നെയാണ്. കാലങ്ങളായി കോൺഗ്രസ് വിജയിച്ചു വരുന്ന ഇടം. അവിടെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതാകട്ടെ സാക്ഷാൽ രാഹുൽ ഗാന്ധിയും. അവിടെയാണ് CPIക്ക് സീറ്റ്. മറ്റൊന്ന് തൃശ്ശൂരാണ്. BJPയുടെ വേര് ആഴത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ജില്ല, കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP ഉള്ള ജില്ല. പോരാത്തതിന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് സാക്ഷാൽ K മുരളീധരനും. അവിടെയും CPIക്കാണ് സീറ്റ്. മറ്റൊന്ന് മാവേലിക്കരയാണ്. മാവേലിക്കര കാലങ്ങളായി അടക്കി ഭരിക്കുന്ന ദേശീയ തലത്തിൽ ശ്രദ്ധേയനായ MP ആയി മാറിയ കൊടിക്കുന്നിൽ സുരേഷ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നിടം. മറ്റൊന്ന് തിരുവനന്തപുരം, ശശി തരൂരിൻ്റെ കുത്തക മണ്ഡലം. സാക്ഷാൽ നരേന്ദ്രമോദിയും നിർമ്മലാ സീതാരാമനും ഒക്കെ മത്സരിക്കുമെന്ന് പറഞ്ഞ് അവസാനം പരാജയപ്പെട്ടു പോയാലോ എന്ന ഭയത്തിൻ്റെ പുറത്ത് രാജീവ് ചന്ദ്രശേഖർ പയറ്റി പരാജയപ്പെട്ടു പോയ തരൂരിൻ്റെ സ്വന്തം മണ്ണ്. അവിടെയും CPIക്ക് സീറ്റ്. അങ്ങനെ പരാജയം 100% ഏറ്റുവാങ്ങാൻ സാധ്യതയുള്ള 4 മണ്ഡലങ്ങളിലായിരുന്നു CPIക്ക് സീറ്റ് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ 19ലും 2024ലും ഒരു സീറ്റിൽ പോലും വിജയിക്കുവാൻ CPIക്ക് സാധിച്ചില്ല. അവിടെ മുതൽ അകൽച്ചയുടെ ആഴം വർദ്ധിക്കുന്നു. CPIയെ കാര്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് CPIക്കും ബോധ്യപ്പെട്ടു തുടങ്ങുന്നു. 2024ലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ വലിയ വിവാദമായി മാറിയിരിക്കുന്ന തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് അവിടെ BJPയെ വിജയിപ്പിക്കുവാനാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം CPIയും ഒരുവിധമൊക്കെ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യക്ഷമായ ചില പ്രതികരണങ്ങളാണ് സുനിൽകുമാർ മാധ്യമങ്ങളിലൂടെ നടത്തിയത്. അവിടെ ഒരു അട്ടിമറിയും നടന്നിട്ടില്ല എന്ന പോലീസ് റിപ്പോർട്ട് വരുമ്പോൾ അതങ്ങനെയല്ല, അങ്ങനെ ഒരു കമ്മീഷണർ വിചാരിച്ചാൽ തൃശ്ശൂരിലെ പൂരം മോശപ്പെടുത്തുവാൻ സാധിക്കില്ല എന്ന് സുനിൽകുമാർ തന്നെ പറയുമ്പോൾ സർക്കാരിനെതിരായുള്ള പ്രതിഷേധത്തിൻ്റെ ധ്വനി തന്നെയാണ് അവിടെയും ഉയരുന്നത്. അതായത് CPIയിലെ നേതൃനിരയിലുള്ള നേതാക്കന്മാർക്ക് CPM തങ്ങളെ അകൽത്തി നിർത്തുന്നു എന്ന ബോധ്യപ്പെടൽ ഉണ്ടായിരിക്കുന്നു എന്ന് സാരം. ഇനി K സുധാകരനുമായി CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു കൂടിക്കാഴ്ച നടത്തിയാൽ ആ കൂടിക്കാഴ്ച രാഷ്ട്രീയപരമായ വലിയൊരു മാറ്റത്തിന് പുതിയ മുഖം കൊടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഉണ്ടായാൽ കാലങ്ങളായുള്ള CPM-CPI ബന്ധത്തിൽ വിള്ളലുണ്ടാകും. അവ പിളരും. കോൺഗ്രസിനോട് കൈകൊടുക്കുവാനും സാധ്യതയുണ്ട്. UDFൻ്റെ കൺവീനറായ MM ഹസനും KPCC അധ്യക്ഷനായ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒറ്റ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: CPIക്ക് UDFൻ്റെ ഭാഗമാകാം. അതിൽ യാതൊരു തർക്കവുമില്ല. CPIയുടെ ആശയങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കൂട്ടർ തന്നെയാണ് UDFിലുമുള്ളത്.
എന്നാൽ സി പി എമ്മുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ട് തന്നെ വേണം CPI UDFിൻ്റെ ഭാഗമാകുവാൻ. അല്ലാത്ത പക്ഷം സ്വീകരിക്കുവാൻ സാധിക്കുന്നതല്ല. CPM ഒരു കാലത്തും അംഗീകരിക്കുവാൻ കഴിയില്ല കോൺഗ്രസിന്. അത് ഈ കാലഘട്ടത്തിൽ തീരെയും കഴിയില്ല. കാരണം അത്രമാത്രം അഴിമതി അക്രമ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായും സർക്കാരിനെതിരായും CPMനെതിരായും ഉണ്ട്. അതുകൊണ്ട് CPIക്ക് സ്വാഗതം, പക്ഷേ CPMനില്ല. എന്തായാലും കെ സുധാകരൻ വാതിൽ തുറന്നിട്ട് കൊടുക്കുമ്പോൾ UDFിനോടൊപ്പം ചേരാൻ തങ്ങളില്ല എന്ന് CPM അങ്ങനെ ഒറ്റയടിക്ക് പറയില്ല. ഒന്നുകൂടി ചിന്തിക്കും. ആ ചിന്തയ്ക്ക് ഒരുപക്ഷെ ആഴം കൂടിയാൽ, ആഘാതം വർദ്ധിച്ചാൽ അവർ UDFിനോടൊപ്പം തന്നെ നിൽക്കും. CPM പഠിക്കുക തന്നെ ചെയ്യണം എന്ന ഒരു ബോധ്യത്തോടെ.